റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. കാരണം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ഓസി എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും തമ്മിൽ ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ബൈ ഓസി എന്നല്ല, ഏതൊരു സൈറ്റിൽ ഞാൻ ഇതുപോലെ നോക്കിയപ്പോൾ ഇത് എക്സാക്റ്റ്, അതായത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്റ്റ് പ്രോഡക്റ്റ് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ 1350 ആ ഒരു റേറ്റിലാണ് ഞാൻ കണ്ടുവന്ന ഓർമ്മ. അത് 1300 ഓർമ്മയില്ല. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നതാണ് ബൈ ഓസിയിൽ 1299 രൂപ, 1250 രൂപയ്ക്ക് ഇതേ സെയിം പ്രോഡക്റ്റാണ് അതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി എനിക്ക് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ആ ഒരു പ്രൈസിൽ, അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 640 രൂപയാണ്. ആ ഒരു പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ബൈ ഓസിയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അതേ എന്താണോ മീഷോയിലുള്ളത് അതേ എക്സാക്റ്റ് പ്രോഡക്റ്റിന് ബൈ ഓസിയിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 1299 രൂപയാണ് ബൈ ഓസിയിൽ. അപ്പോൾ ജസ്റ്റ് നമുക്കതിന് എനിക്ക് 630 രൂപയ്ക്ക് അങ്ങനെയാണ് കിട്ടിയത് മീഷോന്ന്. അതായത് സെയിം അതിൻ്റെ പ്രൈസ് എന്ന് 660 എത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അത് 630 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടി, അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്റ്റ് നമുക്ക് അതുപോലത്തെ ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാനുള്ള പൈസയാണ് ബൈ ഓസിൽ ആ ഒരു ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർ സെയിൽ ചെയ്യണത്. അതായത് 1299 രൂപ മൈനസ് 630 രൂപ എത്രയാണ്? 670 രൂപയാണ് അവർ ഓവർ പ്രൈസ് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവർ ഒന്നിൽ നിന്നും വാങ്ങുന്നത് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു, ശരി ഓക്കെ എന്നാൽ ബൈ ഓസിലുള്ള പ്രോഡക്റ്റിൻ്റെ അത് നമുക്ക് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോൾ അതിൽ അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്, ഇതിനെയും കാട്ടിയും വില കുറവിൽ. അപ്പോൾ നമുക്ക്, അതായത് ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്, എല്ലാവരുടെയും വീഡിയോസ് എനിക്കിഷ്ടമാണ്, അവരെല്ലാവരും എനിക്കിഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദിയ കൃഷ്ണനെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബൈ ഓസി എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിനെ കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു ഇത് അഫോർഡബിൾ ആണ്, എനിക്ക് 800 രൂപ കൊടുത്തത് എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത്, കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ താഴെ കുറേ പേര് വട്ടാണോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണം, മീഷോയിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഇതുപോലെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഞാൻ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ, ഞാൻ കമ്പാരിസൺ വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന് ഈ ഒരു കമൻറ്റ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കിതിന്ന് മനസ്സിലായത് ഓവർ പ്രൈസിനാണ് ബൈ ഓസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് മാത്രമല്ല, ഇവരുടെ പ്രോഡക്റ്റിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് 100 റുപ്പീസ് നമ്മൾ കൊടുക്കണം. 100 റുപ്പീസ് കേരളത്തിൻ്റെ ഉള്ളിൽ 100 റുപ്പീസൊക്കെ വരും. 1 kg ഒക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ 1 kgക്കൊക്കെ 60 രൂപ 70 രൂപ അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ 100 റുപ്പീസൊക്കെ വരും ഇതുപോലെ ഒരു ചെറിയൊരു ജ്വല്ലറിൻ്റെ ചെറിയൊരു ബോക്സ് നമുക്ക് അയക്കണമെങ്കിൽ 100 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ നമ്മൾ ഇത്രയും വില കൂടുതൽ കൊടുത്തിട്ട് ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങേണ്ട കാര്യമുണ്ടോ? വില കുറച്ച്, അതായത് നമുക്കൊരു മീഷോയിൽ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പലതരമാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്വാളിറ്റി ആയിരിക്കാം ഇതിൻ്റെ, ക്വാളിറ്റി സെയിം ആണ്. അത് അവർ കാണിച്ചത് എന്താണോ ആ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റാണ് മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ കാണിച്ചില്ല. മീഷോന്ന് വാങ്ങിയിട്ടുള്ള സെയിം പ്രോഡക്റ്റാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്, അതേ പ്രോഡക്റ്റാണ് ഉണ്ടോ. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ഗോൾഡൻ കളർ പോലെ ഫീൽ ചെയ്യും, പക്ഷെ ഗോൾഡൻ കളർ അല്ല കേട്ടോ, ഇത് കുറച്ച് ഡാർക്ക് ആൻറ്റിക്ക് പോലെയാണ് വരുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് വീഡിയോൻ്റെ ഞാൻ കമ്പാരിസൺ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർ വേണമെങ്കിൽ പോയി കണ്ടോളൂ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതേ സെയിം പ്രോഡക്റ്റാണ് ഇതും ഈ ഫോട്ടോയിൽ കാണുന്നതും. അപ്പോൾ എന്തിനാണ് അവർ ഇത്രയും പ്രൈസ്? എനിക്കിതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. കുറേ പേര് പറഞ്ഞു മീഷോയിൽ നിന്ന് വാങ്ങിയിട്ട് പ്രോഡക്റ്റ് ക്വാളിറ്റി കുറവാണെന്ന്. ബൈ ഓസിനെ കുറിച്ച് ജ്വല്ലറി നല്ല റിവ്യൂ ഇട്ടപ്പോൾ, അതായത് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ക്വാളിറ്റി നല്ലതല്ല എന്ന് പറഞ്ഞിട്ടും ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. അത് നമ്മൾ
അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നതല്ല നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ എനിക്ക് അയാളെ വിശ്വാസമായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്ര പ്രൈസ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ 900 റുപ്പീസാണ് ഞാൻ കൊടുത്തത് ആ ഒരു ജ്വല്ലറിക്ക്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ആ വിശ്വാസം മാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ ആമസോണിൽ നോക്കും വില കുറവാണെന്നൊക്കെ, ഓഫർ ഉണ്ടോയെന്നൊക്കെ. അതുപോലെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് വാങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസൊക്കെ കുറഞ്ഞ് കിട്ടാനും ചാൻസസ് ഉണ്ട് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് വാങ്ങുന്നതായിരിക്കുമല്ലോ ലാഭം. അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങി വെച്ച ഒബൈ ഓസിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇപ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പ്രോബ്ലമൊക്കെ വന്നതുകൊണ്ട് തന്നെ അവരെന്തായാലും ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവും. ഒരിക്കലും ഇനി അങ്ങനത്തെ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും കസ്റ്റമേഴ്സിന് കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു ഇത് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് അവരിനെയൊക്കെ ഇഷ്ടമാണ്, എനിക്ക് അവരിനെ കുറ്റം പറയാമെന്ന് വിചാരിക്കില്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളെപ്പോലെ, അതായത് ഞാനിപ്പോൾ അവരെ വിശ്വസിച്ച് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഇത്ര പ്രൈസ് കൊടുത്ത് വാങ്ങി. അത് ചിലപ്പോൾ എനിക്കത് ഓക്കെ അഫോർഡബിൾ ആണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് അഫോർഡബിൾ ആയി തോന്നണമെന്നില്ല. ചിലപ്പോൾ അവർ പൈസ കൂട്ടി വെച്ച് വാങ്ങണമെന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്. ആരും വന്ന് ഇനി കുറ്റം പറയുകയാണെന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടരുത് കേട്ടോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഒബൈ ഓസിൻ്റെ ജ്വല്ലറി റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലെനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം കമ്പാരിസൺ വീഡിയോ ചെയ്യേണ്ട, അങ്ങനത്തെ മീഷോന്ന് ഞാൻ ജ്വല്ലറി വാങ്ങുന്നതിന് മുമ്പൊക്കെയാണ് ആ വീഡിയോ ഇട്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയുന്നുണ്ട്. ഇത് കണ്ട് ഒബൈ ഓസിയിൽ നിന്നും വേറൊരു ജ്വല്ലറി വെബ്സൈറ്റിൽ നിന്നും നമ്മൾ സെയിം പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ പ്രൈസ് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവരെന്തായാലും ഇവരുടെ ലാഭം കൂടി ആഡ് ചെയ്തിട്ടാണല്ലോ ഇത്രയും വില കുറച്ചിട്ട് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ക്വാളിറ്റിൻ്റെ കാര്യം നമ്മൾ വിചാരിക്കും ഓവർ പ്രൈസ് ആയത് ചിലപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിലായിരിക്കാം എന്ന് വിചാരിക്കാം. കാരണം അപ്പം നമുക്ക് മീഷോന്ന് ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ മിന്ത്രയിൽ ആ സെയിം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 300-200 ഒക്കെ കൂടുതലായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ കളർ ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ തുണിയിലെ മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും മിന്ത്രയിൽ ചിലപ്പോൾ അത്രയും പ്രൈസിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ കുറച്ച് ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിലും മീഷോന്ന് നമുക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന കാര്യമില്ലല്ലോ. അതായത് ഇപ്പോൾ മീഷോന്ന് 500 രൂപയ്ക്കൊരു ടോപ്പ് കിട്ടുമെന്ന് വിചാരിക്കുക. നമുക്കത് മിന്ത്രയിലൊരു 800 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഓക്കെ, ക്വാളിറ്റീൻ്റെ ബേസിൽ നമുക്കൊരു 300 രൂപ എക്സ്ട്രാ പോയാലും കുഴപ്പമില്ല, വാങ്ങാം എന്ന് വിചാരിക്കാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതെല്ലാം ഇപ്പോൾ മീഷോയിൽ 500 രൂപ, മിന്ത്രയിൽ 1500 രൂപയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഞാനിപ്പോൾ ചിന്തിച്ചുള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാങ്ങുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ പ്രൈസ് ആയാലും കുഴപ്പമില്ല, വാങ്ങാമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാം. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. സോ എനിക്ക് ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ.